എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ എസ്സേ ആയിട്ട് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം, ഇതൊരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡാണ്. മെഷീൻ ലേണിംഗിൽ തന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അല്ല ക്ലസ്റ്ററിങ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്കാണ്. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റയ്ക്ക് ലേബൽ ഉണ്ടാവില്ല. ലേബലുള്ള ഡേറ്റ വെച്ചിട്ടല്ല നിങ്ങൾ ലേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ തരുന്ന ഡേറ്റ അല്ലെങ്കിൽ കിട്ടുന്ന ഡേറ്റയിൽ നിന്ന് സിമിലാരിറ്റി, ഡേറ്റ സാമ്പിൾസ് തമ്മിലുള്ള സിമിലാരിറ്റി കണ്ടുപിടിച്ച് സിമിലർ ആയിട്ട് വരുന്ന ഡേറ്റ ഓരോരോ ഗ്രൂപ്പുകളാക്കുക അല്ലെങ്കിൽ ക്ലസ്റ്റർ ആക്കുക എന്നുള്ളതാണ് ഈ പ്രോസസ്സിന്റെ പ്രത്യേകത. അപ്പൊ അത് തന്നെ പല രീതിയിലാണ് നിങ്ങൾ ഈ സിമിലാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു മെത്തേഡ് ചിലപ്പോൾ വേറൊരു ഡേറ്റ സാമ്പിളിൽ വർക്കൗട്ട് ആയി എന്ന് വരില്ല, അല്ലെങ്കിൽ ഒരു മെത്തേഡ് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ഡേറ്റയിലും ഫിക്സ് ആയി എന്ന് വരില്ല. അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലസ്റ്ററിങ്ങിന്റെ ടൈപ്സ് വരുന്നത്. ബേസിക്കലി 4 ടൈപ്സ് ആണ് നിങ്ങളുടെ സിലബസിൽ പറയുന്നത്. 4 അല്ല, 7 or 8 ടൈപ്സോളം നമുക്ക് ജനറൽ ബ്രോഡ് കാറ്റഗറൈസേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ സിലബസിൽ അതിൽ 4 ടൈപ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ 4 ടൈപ്സ് നിങ്ങൾ പഠിക്കേണ്ട അത്യാവശ്യമുണ്ട്. ഒന്ന് പാർട്ടീഷൻ ബേസ്ഡ് ക്ലസ്റ്ററിങ്, രണ്ടാമത്തത് ഹൈറാർക്കിയൽ ബേസ്ഡ് ക്ലസ്റ്ററിങ്, മൂന്നാമത്തത് ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ്, നാലാമത്തത് ക്ലസ്റ്ററിങ് അൽഗോരിതംസ് യൂസിങ് ഡിഫറെൻറ്റ് ടെക്നിക്സ്. അതായത് ആ പേര് ലിസ്റ്റ് ചെയ്തേക്കുന്ന മെത്തേഡ്. അപ്പം ഈ 4 ടൈപ്പിൽ പാർട്ടീഷൻ ബേസ്ഡ് ക്ലസ്റ്ററിങ്ങിന്റെ പ്രത്യേകത, സിമിലാരിറ്റി കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ് പാർട്ടിക്കിൾസിന് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. അതായത് 2 പോയിന്റുകൾ, 2 ഡേറ്റ പോയിന്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ 2 ഡേറ്റ പോയിന്റിന്റെ ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഡിസ്റ്റൻസ് സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് സിമിലർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും അല്ലെങ്കിൽ കണക്കാക്കും. അങ്ങനെയാണ് ഡിസ്റ്റൻസ് ബേസ്ഡ് പാർട്ടീഷൻ ബേസ്ഡ് ക്ലസ്റ്ററിങ് നടക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ താഴെ കാണുന്ന കെ മീൻസ്. കെ മീൻസ് അൽഗോരിതം, നിങ്ങൾ അൽഗോരിതം പഠിക്കണം, അതിന്റെ കൂടെ തന്നെ കെ മീൻസ് ന്യൂമറിക്കൽ ആയിട്ട് പഠിക്കാനും നിങ്ങൾക്കുണ്ടാവും. ഇനി അടുത്ത മെത്തേഡാണ് ഹൈറാർക്കിയൽ ബേസ്ഡ് ക്ലസ്റ്ററിങ് മെത്തേഡ്. ഹൈറാർക്കിയൽ ബേസ്ഡ് ക്ലസ്റ്ററിങ് മെത്തേഡിൽ സിമിലാരിറ്റി കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ് ബേസ് തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ KNN പഠിച്ചപ്പോൾ നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് മെഷേഴ്സ് നിങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട്. യൂക്ലീഡിയൻ, സ്ക്വയേർഡ് യൂക്ലീഡിയൻ, മാൻഹട്ടൻ, അങ്ങനെ കുറേ ഇക്വേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഫോർമുല മാത്രമാണ് ഡിഫർ ചെയ്യുന്നത്. പക്ഷെ ആ ഫോർമുല യൂസ് ചെയ്ത് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ സിമിലർ, അല്ലെങ്കിൽ നോട്ട് സിമിലർ എന്നുള്ള കൺക്ലൂഷനിലേക്ക് മാത്രമാണ് നിങ്ങൾ എല്ലാ മെത്തേഡ്സിലും നിങ്ങൾ എത്തുന്നത്. അപ്പോൾ ഹൈറാർക്കിയൽ ബേസ്ഡ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന സെക്കൻഡ് മെത്തേഡിൽ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ സിമിലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഫോം ചെയ്യുന്ന ക്ലസ്റ്റേഴ്സിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. അതായത് ഈ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള പാർട്ടീഷൻ ബേസ്ഡ് മെത്തേഡിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ 1, 2, 3, 4 n നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുമെങ്കിൽ, ഇവിടെ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള ഹൈറാർക്കിയൽ ബേസ്ഡ് മെത്തേഡിൽ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുമ്പോൾ ആ ക്ലസ്റ്റേഴ്സിന് ഈ ഗ്രൂപ്പുകളുടെ പോരാതെ അവർക്കൊരു ലെയർ ബൈ ലെയർ ഫോർമേഷൻ കൂടെ അവർ വരും. അതായത് കുറച്ച് ക്ലസ്റ്റേഴ്സ് ഹയർ ലെയർ, ടോപ്പ് ലെയറിൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ, കുറച്ച് ക്ലസ്റ്റേഴ്സ് അതിന് തൊട്ട് താഴെയുള്ള ലെവൽസിൽ. അതായത് പ്രാക്ടിക്കൽ സിനാരിയോയിൽ ഒരാൾ ചിലപ്പോൾ പാരന്റും അടുത്ത ക്ലസ്റ്റേഴ്സ് അതിന്റെ ചൈൽഡ് നോട്ട്സും പിന്നീട് വരുന്നത് അതിന്റെ സബ് ചൈൽഡ്, ആ രീതിയിൽ അതിന് റിലേഷൻഷിപ്പും ഉണ്ടാവും. അതായത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലസ്റ്റർ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള സിമിലാരിറ്റി പ്ലസ് ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു ഹൈറാർക്കിയൽ റിലേഷൻ അല്ലെങ്കിൽ ഒരു ട്രീ ലൈക്ക് റിലേഷൻ കൂടെ അവിടെ ഫോം ചെയ്യും. അതാണ് ഹൈറാർക്കിയൽ ബേസ്ഡ് ക്ലസ്റ്ററിംഗിൽ നടക്കുന്നത്. ഹൈറാർക്കിയൽ ബേസ്ഡ് ക്ലസ്റ്ററിംഗിന്റെ എക്സാമ്പിൾസ് ആയിട്ട് അഗ്ലോമറേറ്റീവും ഡിവിസീവും എന്ന് പറയുന്ന 2 ടെക്നിക്കുകൾ നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട്. എന്താണ് അഗ്ലോമറേറ്റീവ് എന്ന് പറഞ്ഞാൽ, അഗ്ലോമറേറ്റീവ് ഇസ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ടോപ്പിൽ നിന്ന് അഗ്ലോമറേറ്റീവ് ഇസ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. അതായത് ഇനീഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ 10 ഡേറ്റ പോയിന്റ്സ് ഉണ്ടെങ്കിൽ 10 ഡേറ്റ പോയിന്റിലും അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗിൽ മാറിപ്പോയി. അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. അതായത് ഇനീഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് 10 ഡേറ്റ സാമ്പിൾസ് ഉണ്ടെങ്കിൽ 10നെയും നമ്മൾ 10 ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ തുടങ്ങുന്നത്. ഇനി അടുത്ത ഐട്രേഷനിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഐട്രേഷനിൽ 10 ഡേറ്റ പോയിന്റ്സ് ഉള്ള നിങ്ങൾക്ക് അല്ലെങ്കിൽ 10 ക്ലസ്റ്റേഴ്സ് ഉള്ള നിങ്ങൾക്ക് ഇതിന്റെ സിമിലാരിറ്റീനെ ബേസ് ചെയ്ത് നിങ്ങൾ ക്ലസ്റ്റേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന്റെ എണ്ണം കുറയും. 10 എന്നുള്ളത് 8 ക്ലസ്റ്റർ ആവാം,
6 ക്ലസ്റ്റർ ആകാം, അല്ലെങ്കിൽ ഇപ്പം 3 2 ക്ലസ്റ്റേഴ്സ് ആകാം. അവസാനം ഇത് മെർജ് ചെയ്ത് അഗ്ലോമറേറ്റ് ചെയ്ത് ഒറ്റ ക്ലസ്റ്റർ ആയിട്ട് വരും. അതായത് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് ഈ പറയുന്ന അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗിൽ വരുന്നത്. ഡിവിസീവ് ക്ലസ്റ്ററിംഗിൽ നേരെ റിവേഴ്സ് ആണ്, അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ഇനീഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് 10 ഡേറ്റ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഈ 10 പോയിന്റുകളെയും ഒരു സിംഗിൾ ക്ലസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും. ആ ക്ലസ്റ്ററിനെ നെക്സ്റ്റ് ഐട്രേഷനിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ചിലപ്പോൾ 2 4 ആകാം. പിന്നീട് വീണ്ടും ഡിവൈഡ് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഫേസ് വരുമ്പോൾ നിങ്ങളുടെ 10 ഡേറ്റ പോയിന്റ്സും 10 ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും ഫോം ചെയ്ത് വരുന്നത്. ഇപ്പൊ ഹൈറാർക്കിയൽ ബേസ്ഡിൽ നിങ്ങൾക്ക് 2 എണ്ണം പഠിക്കാനുണ്ട്. പക്ഷെ രണ്ടിനും അൽഗോരിതവും ഇല്ല, ന്യൂമറിക്കലും ഇല്ല. എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നുള്ളത് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി ലാസ്റ്റ് ടൈപ്പ് ക്ലസ്റ്ററിംഗ് ടെക്നിക്കാണ് ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗ്. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടുള്ള ആദ്യത്തെ 2 എണ്ണം, അതായത് പാർട്ടീഷൻ ബേസ്ഡ് ആയിക്കോട്ടെ ഹൈറാർക്കിയൽ ആയിക്കോട്ടെ, അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കമ്പ്യൂട്ടേഷൻ ആണ്. പാർട്ടിക്കിൾ സിമിലർ ആണോ, പാർട്ടിക്കിൾ അല്ല സോറി, നിങ്ങളുടെ ഡേറ്റ പോയിന്റ് സിമിലർ ആണോ ഇല്ലയോ എന്ന് പറയുന്നത് നിങ്ങൾ അതിന്റെ ആ പോയിന്റുകളുടെ ഡിസ്റ്റൻസ് കമ്പ്യൂട്ടേഷൻ ചെയ്തിട്ടാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന പോയിന്റ്സിനെ നിങ്ങൾ ഈ പറയുന്ന പോയിന്റുകളെ നിങ്ങൾ എന്ത് ചെയ്യും, ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതർവൈസ് യു ക്യാൻ ടെൽ ദാറ്റ് ഓൾ ദിസ് ഡേറ്റ പോയിന്റ്സ് മസ്റ്റ് ബി ഏബിൾ ടു റെപ്രസെന്റ് ഇൻ എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന തരം ഡേറ്റയിൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ടീഷൻ ബേസ്ഡ് ക്ലസ്റ്ററിങ്ങോ ഹൈറാർക്കിയൽ ബേസ്ഡ് ക്ലസ്റ്ററിങ്ങോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കറിയാം റിയൽ ലൈഫിൽ ഡേറ്റ അങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. ചില ഡേറ്റ കമ്പ്യൂട്ട് ചെയ്യുന്നത് അതിന്റെ ഡെൻസിറ്റി കണക്കാക്കിയിട്ടാണ്. ഇപ്പൊ ഡെൻസിറ്റി എസ്റ്റിമേറ്റ് ചെയ്ത് പോയിന്റുകൾ സിമിലർ ആണോ അല്ലെങ്കിൽ ഡേറ്റ സിമിലർ ആണോ അല്ലയോ എന്ന് കമ്പ്യൂട്ട് ചെയ്യുന്ന അൽഗോരിതത്തിനെയാണ് നിങ്ങൾ ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് DB-SCAN എന്ന് പറയുന്ന അൽഗോരിതം. DB-SCAN അൽഗോരിതം. ഇപ്പൊ DB-SCAN അൽഗോരിതത്തിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ DB-SCANന്റെ അബ്രിവേഷൻ തന്നെ ഇങ്ങനെയാണ്: ഡെൻസിറ്റി ബേസ്ഡ് സ്കാനിങ് ആൻഡ് ക്ലസ്റ്ററിംഗ് കൺസിഡറിങ് നോയ്സ് അല്ലെങ്കിൽ അനലൈസിങ് നോയ്സ് എന്നാണ് DB-SCANന്റെ മീനിങ്. അതായത് ഇത്രയും സമയം നമ്മൾ കൺസിഡർ ചെയ്യും, ക്ലസ്റ്റർ ചെയ്യുമ്പോൾ സിമിലർ ആയിട്ടുള്ള ഡേറ്റ പോയിന്റുകളെ ഗ്രൂപ്പ് ചെയ്യാൻ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളൂ. നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് അത് മാത്രമാണ്. പക്ഷെ ഈ പറയുന്ന ഡേറ്റ പോയിന്റുകളുടെ ഇടയിൽ ചെറുതാണെങ്കിൽ പോലും കുറച്ച് എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ നോയ്സ് അല്ലെങ്കിൽ ഔട്ട്ലെയേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഔട്ട്ലെയറുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേ പറയുന്ന അൽഗോരിതംസിലൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ DB-SCANൽ നമ്മളത് ചെയ്യുന്നുണ്ട്. അതായത് ഡെൻസിറ്റി കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതും ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗും ആക്ച്വലി തിയറിറ്റിക്കൽ മാത്രമേ ഉള്ളൂ. ഇതിന്റെ കറസ്പോണ്ടിങ് നോട്ട്സിൽ, അതായത് ടെക്സ്റ്റ് ബുക്കിന്റെ പോർഷനിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഡേറ്റ പോയിന്റുകളെ നിങ്ങൾ പ്ലോട്ട് ചെയ്തതിന് ശേഷം ആ പറയുന്ന പോയിന്റ്സ് ഒരു ഡെൻസ് ക്ലസ്റ്റർ ആണോ അല്ലെങ്കിൽ സ്പാഴ്സ് ക്ലസ്റ്റർ ആണോ എന്ന് കൺസിഡർ ചെയ്യണം. സ്പാഴ്സ് ക്ലസ്റ്റർ ആണോ ഡെൻസ് ക്ലസ്റ്റർ ആണോ എന്ന് കൺസിഡർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 ആർഗ്യുമെന്റ് ഉണ്ട്. ആ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂവിന്റെ ഹെൽപ്പോട് കൂടിയാണ് നിങ്ങൾ ആ എസ്റ്റിമേഷനിലേക്ക് എത്തുന്നത്. ആ ആർഗ്യുമെന്റ്സിന്റെ പേരാണ് ഒന്ന് എപ്സിലോണും ഒന്ന് മിനിമം പോയിന്റും. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ക്ലസ്റ്ററിന്റെ റേഡിയസ് പോർഷൻ. അതായത് എപ്സിലോൺ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ഏരിയ ആണ് നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ആ പറയുന്ന സർക്കുലർ ഏരിയ അല്ലെങ്കിൽ ആ എപ്സിലോൺ റേഡിയസ് വെച്ച് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുള്ള സർക്കിളില്, ആ സർക്കുലർ ഏരിയയിൽ നിങ്ങൾ പറയുന്ന പ്രകാരം മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് കണ്ടെയ്ൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഡെൻസ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയാം. അത്തരത്തിൽ വരുന്ന ക്ലസ്റ്റേഴ്സുകൾ നിങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് ഒരു ഡെൻസിറ്റി ആക്കി അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ആക്കി നിങ്ങൾ ഫോം ചെയ്യും. ഇനി ആ റിക്വയർഡ് നമ്പർ ഓഫ് മിനിമം പോയിന്റ്സ് ഈ പറയുന്ന സർക്കുലർ റേഡിയസിന്റെ ഉള്ളിൽ വരുന്നില്ലെങ്കിൽ അതിനെ ഒരിക്കലും നമ്മൾ ഡെൻസ് ക്ലസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അത് സ്പാഴ്സ് ക്ലസ്റ്റേഴ്സ് ആയിരിക്കും. ഇനി ചില ഡേറ്റ പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റും, സ്പാഴ്സ് ക്ലസ്റ്റർ ആയിക്കോട്ടെ ഡെൻസ് ക്ലസ്റ്റർ ആയിക്കോട്ടെ, ഈ ക്ലസ്റ്ററിന്റെ ഉള്ളിലേ പെടാതെ കുറച്ച് അകലെ മാറി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഇവരുടെ നോയ്സ് പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ലയേഴ്സ് എന്ന് പറയും. ഈ നോയ്സ് പോയിന്റ്സിനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ നോയ്സ് പോയിന്റ്സിന്റെ വാല്യൂ ഈ പറയുന്ന അൽഗോരിതത്തിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് DB-SCANനെ മറ്റ് അൽഗോരിതത്തിൽ നിന്ന് പെക്യൂലിയർ ആയിട്ട് അല്ലെങ്കിൽ വേർതിരിച്ച് നിർത്തുന്നത്. ദേ ആർ കൺസിഡറിങ് നോയ്സ് പാർട്ടിക്കിൾസ് ഓൾസോ.
അപ്പൊ അത്രയാണ് DB സ്കാനിൽ തിയറിറ്റിക്കലായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. അതിൽ നിന്ന് നമുക്ക് ന്യൂമറിക്കൽ സെഷൻ ഇല്ല, തിയറി മാത്രം അവിടെ നിന്ന് പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ 3 അൽഗോരിതംസ് നമ്മൾ കണ്ടു. അഗ്ലോമറേറ്റീവ് ഡിവിസീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ DB സ്കാൻ ആയിക്കോട്ടെ, ആ ഏരിയയിൽ നിന്ന് കൺസേൺഡ് ന്യൂമറിക്കൽ തിയറി മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷെ കെ മീൻസിന് കറസ്പോണ്ടിങ് പ്രോബ്ലം ഉണ്ട്. കെ മീൻസിന്റെ അൽഗോരിതം എഴുതാനും പിന്നെ ഒരു സെറ്റ് ന്യൂമറിക്കൽസ് തന്നിട്ട് അത് വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടും പറയും. അപ്പൊ കെ മീൻസിന്റെ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കെ മീൻസിന്റെ നോട്ട്? കെ മീൻസ് ക്ലസ്റ്ററിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഡിസ്റ്റൻസ് ബേസ്ഡ് കമ്പ്യൂട്ടേഷൻ വെച്ചിട്ട് പാർട്ടിക്കിൾ സിമിലർ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ സിമിലർ ആണോ എന്ന് കാണാനായിട്ട് നിങ്ങൾ KNN അൽഗോരിതത്തിന്റെ പ്രോബ്ലം ചെയ്യുന്ന അതേ മെത്തേഡ്, അതായത് KNN നമ്മൾ ചെയ്തിരുന്നത് ഒരു പുതിയ ടെസ്റ്റ് സാമ്പിൾ വരുമ്പോൾ അതിന് ബാക്കിയുള്ള എല്ലാ ട്രെയിനിങ് സാമ്പിളുമായിട്ടുള്ള ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യുമായിരുന്നു യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു കെ മീൻസിൽ ഒരു കെ വാല്യൂ തരും. ഇപ്പൊ കെ വാല്യൂ ഇപ്പോൾ N ആയിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ തന്നിരിക്കുന്ന ഡേറ്റ സാമ്പിളിൽ നിന്ന് N ക്ലസ്റ്റേഴ്സ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ 2 സെൻട്രോയിഡ് പോയിന്റ്സ് എടുക്കണം. 2 പോയിന്റുകൾ നിങ്ങൾ ഫസ്റ്റ് ഐട്രേഷനിൽ നിങ്ങൾ റാൻഡംലി ചൂസ് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ക്ലസ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ ആവറേജ് എടുത്ത് സെൻട്രോയിഡ് വാല്യൂ എടുത്ത് പുതിയ ക്ലസ്റ്റർ സെന്റേഴ്സ് അപ്ഡേറ്റ് ചെയ്യും. ആ രീതിയിൽ ഇതൊരു ഐട്രേറ്റീവ് പ്രോസസ് ആയിട്ട് പോകും. കൺവേർജൻസ് എത്തുന്നത് വരെ നിങ്ങളിത് ചെയ്യണം. കൺവേർജൻസ് എത്തുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നു എന്ന് വെച്ചാൽ 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നേരത്തെ കിട്ടിയിട്ടുള്ള ഡേറ്റ പോയിന്റുകൾ ഈ ഐട്രേഷനിലും സെയിം ഡേറ്റ പോയിന്റുകളാണ് ആ ക്ലസ്റ്റേഴ്സിൽ കണ്ടെയ്ൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന കെ മീൻസ് കൺവേർജ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ചൂസ് ചെയ്തിട്ടുള്ള സെന്റർ വാല്യൂസ് അതേ സെന്റർ വാല്യൂസ് തന്നെയാണ് മീൻ ആവറേജ് എടുക്കുമ്പോൾ ഇപ്പോഴും കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന കെ മീൻസ് കൺവേർജ് ചെയ്തു എന്നുള്ളത്. ഒരു ന്യൂമറിക്കൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. അൽഗോരിതത്തിൽ പറയുന്നത് ഇതൊക്കെയാണ്, ഒരു 5 സ്റ്റെപ്പ്. അത് നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതുക. ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് KNN മെത്തേഡിൽ പഠിച്ചിട്ടുള്ള യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x1 y1 ആൻഡ് x2 y2 ഇസ് ഗിവൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് x1 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇപ്പൊ എത്ര കോർഡിനേറ്റ് ആണെങ്കിലും ഇപ്പൊ 2 ഫീച്ചേഴ്സ് അല്ലാതെ n നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ n ടൈംസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഈ അറ്റാച്ച്മെന്റിൽ 2-3 എണ്ണം ഉണ്ട്. ആദ്യത്തേത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും, ബാക്കി 2 എണ്ണം ചെയ്തു നോക്കുക. യൂസ് കെ മീൻസ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം ടു ഡിവൈഡ് ദ ഫോളോയിങ് ഡേറ്റ ഇൻറ്റു 2 ക്ലസ്റ്റേഴ്സ്. നമുക്കിവിടെ 1, 2, 3, 4, 5, 6 ഡേറ്റ തന്നിട്ടുണ്ട്. ഈ 6 ഡേറ്റേനെ നമുക്ക് 2 ക്ലസ്റ്റേഴ്സ് ആക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ്.
അപ്പൊ നമ്മൾ പറഞ്ഞ ന്യൂമറിക്കൽസിൽ നമുക്ക് 6 ഡേറ്റ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ആ 6 ഡേറ്റ പോയിന്റ്സിനെ ബേസ് ചെയ്ത് നമ്മളോട് 2 ക്ലസ്റ്റർ ആക്കണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. k is equal to 2 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പൊ ഈ 6 ഡേറ്റ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഏതെങ്കിലും 2 പോയിന്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലസ്റ്റർ സെന്റേഴ്സ് ആയിട്ട് ഫസ്റ്റ് ഐട്രേഷനിൽ എടുക്കാം. അതാണ് സ്റ്റെപ്പ് 1. ചൂസ് റാൻഡംലി 2 ക്ലസ്റ്റർ സെന്റേഴ്സ്, സേ V1 ആൻഡ് V2. അവര് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് പ്രകാരം അവരെടുത്തിരിക്കുന്നത് ആദ്യത്തെ സെക്കൻഡ് പോയിന്റ് ആൻഡ് തേർഡ് പോയിന്റ് ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന വെർട്ടീസസും ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ മറ്റു പോയിന്റുകൾ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ 6 പോയിന്റ്സ് ഉണ്ട്. 6 പോയിന്റ്സിൽ നിങ്ങൾ 2 പോയിന്റ് ക്ലസ്റ്റർ സെന്റേഴ്സ് ആയിട്ട് എടുത്തു. അതായത് റിമൈനിങ് നിങ്ങൾക്ക് 4 പോയിന്റ്സ് വരും. ഈ 4 പോയിന്റ്സും ആയിട്ടുള്ള ഈ 2 ക്ലസ്റ്റേഴ്സിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതാണ് നിങ്ങളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ അതിന് നിങ്ങൾക്ക് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് യൂസ് ചെയ്യാം. ആദ്യം ഒരു ടേബിൾ വരയ്ക്കുക. ആ ടേബിളിൽ ഈ പറയുന്ന 6 പോയിന്റ്സ് ലിസ്റ്റ് ചെയ്യുക. 6 പോയിന്റ്സ് ഡിസ്റ്റൻസ് വിത്ത് V1 ആൻഡ് ഡിസ്റ്റൻസ് വിത്ത് V2 ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ റാൻഡംലി ചൂസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് 2,1, 2,3. ഫസ്റ്റ് സ്റ്റെപ്പിൽ എല്ലാവരും ഇത് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. യു ക്യാൻ ടേക്ക് എനി വാല്യൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡിസ്റ്റൻസ് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുക. ഡിസ്റ്റൻസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ സി ഫസ്റ്റ് പോയിന്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് 1 ആൻഡ് 2.24 ആണ്. അപ്പൊ 1 ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ V1ലേക്ക് അതിനെ അസൈൻ ചെയ്യും. ഇനി സെക്കൻഡ് പോയിന്റ് വിത്ത് 2 പോയിന്റുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം സെക്കൻഡ് ഡേറ്റ പോയിന്റ് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ കേസിൽ നമ്മൾ ക്ലസ്റ്റർ സെന്റർ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഡെഫിനറ്റ്ലി 0 ആയി പോയിട്ടുണ്ടാവും. രണ്ടാമത്തെ പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2. അപ്പൊ നമുക്കറിയാം 0 ഇസ് ലെസ് ദാൻ 2. സോ നമ്മൾ V1ലേക്ക് തന്നെ വീണ്ടും അതിനെ അസൈൻ ചെയ്യും. ഇനി മൂന്നാമത്തെ ഡേറ്റ പോയിന്റ് 2,3 ആണ്. ഈ 2,3നെ തന്നെയാണ് നിങ്ങൾ രണ്ടാമത്തെ ക്ലസ്റ്റർ സെന്റർ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്ലസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേറ്റ പോയിന്റുമായിട്ട് അതിനൊരു ഡിസ്റ്റൻസ് കിട്ടും. സെക്കൻഡ് ഡേറ്റ പോയിന്റും ആയിട്ടുള്ള അതിന്റെ ഡിസ്റ്റൻസ് 0 ആയി പോകും. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്താണോ ദാറ്റ് ഇസ് 2 when compared with 0 is the smallest value. അപ്പൊ അതിനെ നിങ്ങൾ V2ലേക്ക് നിങ്ങൾ അസൈൻ ചെയ്യും. എന്തോ ഇപ്പൊ ഈ പറയുന്ന ടേബിൾ ഒന്നും കൂടി പറയോ? അത് മനസ്സിലായി. A1 of 1 എന്ന് പറഞ്ഞ എഴുതിയിട്ടില്ലേ ഡേറ്റ പോയിന്റ്? അതെ. അതെന്ന് പറയുന്നത് നമ്മൾ ഏത് 2 പോയിന്റുകൾ ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത്? ഇവിടെ എടുത്തിരിക്കുന്നത് 2 പോയിന്റ് അല്ല, ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ്. യു ക്യാൻ സീ ദിസ് ടേബിൾ x1 x2 എന്ന് പറഞ്ഞ പ്രീവിയസ് പേജിൽ ഒരു ടേബിൾ കണ്ടായിരുന്നോ നിങ്ങൾ? അതിൽ 6 പോയിന്റുകളുണ്ട്. 1,1, 2,1, 2,3, 3,2, 4,3 ആൻഡ് 5,5. ഇത് 6 എണ്ണമാണ് നിങ്ങളുടെ ഡേറ്റ പോയിന്റ്. അതിൽ നമ്മൾ ഫസ്റ്റ് ഐട്രേഷനിൽ ഈ 6 പോയിന്റുകളിൽ ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങളുടെ സെന്റർ ആയിട്ട് നിങ്ങൾ അസൈൻ ചെയ്യണം, അസ്യൂം ചെയ്യണം. നിങ്ങൾ റാൻഡംലി എടുക്കണം. എന്തുകൊണ്ട് 2 എണ്ണം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് ഫോളോയിങ് ഡേറ്റ ഇൻ ടു 2 ക്ലസ്റ്റേഴ്സ്. 2 ക്ലസ്റ്റർ വേണം. അപ്പൊ ആ 2 ക്ലസ്റ്ററിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് 2 പോയിന്റുകൾ നിങ്ങൾക്ക് വേണം. അപ്പൊ ഇവരിവിടെ റാൻഡംലി അവർ ഈ സെക്കൻഡ് പോയിന്റ് 2,1ഉം 2,3ഉം ആണ് അവരുടെ സെന്റർ ആയിട്ട് അവർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നീടാണ് ടേബിളിലേക്ക് വരുമ്പോൾ കണ്ടോ, ഫസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം V1 is your cluster center 1, 2,1. ഡിസ്റ്റൻസ് ഫ്രം V2 is your second cluster center, that is 2,3. എന്നിട്ട് ആ പറയുന്ന ക്ലസ്റ്ററിലേക്കുള്ള ബാക്കി എല്ലാ പോയിന്റുകളുടെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. 6 പോയിന്റുകളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ അതിലാണ് ഞാൻ പറഞ്ഞത് 6 പോയിന്റുകളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ 2 വാല്യൂസ് നിങ്ങൾക്ക് 0 വരും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ 2,1 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ക്ലസ്റ്റർ സെന്റർ 2,1 തന്നെ ആയതുകൊണ്ട് അതിന്റെ ഡിസ്റ്റൻസ് ഫോർമുല എടുക്കുമ്പോൾ അവിടെ 0 വരും. അതുപോലെ തന്നെ തേർഡ് വാല്യൂ എടുക്കുമ്പോൾ 2,3 എന്ന് പറയുന്ന വാല്യൂ നിങ്ങളുടെ സെക്കൻഡ് ക്ലസ്റ്ററിന്റെ സെന്റർ ആയതുകൊണ്ട് ആ കറസ്പോണ്ടിങ് വാല്യൂ നിങ്ങൾക്ക് 0 വരും. അവിടെ നിങ്ങൾക്ക് എസ്റ്റിമേഷൻ വേണ്ട. ബാക്കി എല്ലാ കേസസിലും നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യണം. കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂ എത്രയാന്ന് വെച്ചാൽ ആ സെന്ററിലേക്ക് നിങ്ങൾ അസൈൻ ചെയ്യുക. ഓക്കെ, അതാണ് അവിടുത്തെ പ്രോസസ്സ്. അത് കഴിഞ്ഞ് നിങ്ങൾ കമ്പയർ ചെയ്യുക. അതായത് ഒരു കാര്യം മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. അതായത് ചില കേസിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ
ഇപ്പൊ V1ലേക്കുള്ള ഡിസ്റ്റൻസും V2ലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ഡിസ്റ്റൻസ് വരാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ A4 3,2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്റ്റൻസ് ഫ്രം V1ഉം 1.41 ആണ്, ഡിസ്റ്റൻസ് ഫ്രം V2ഉം 1.41 ആണ്. ഒരു മിനിറ്റ്. ഹലോ ഹലോ സോറി കേട്ടോ, എൻ്റെ കണക്ഷൻ കട്ടായി പോയതാണ്. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ കേട്ടോ. ഒരു മിനിറ്റ്.
ഡിസ്കസ് ചെയ്തിരിക്കുന്ന പ്രോബ്ലം അതായത് അപ്പോൾ അതിൽ ഫസ്റ്റ് ഇറ്ററേഷനിൽ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏത് ക്ലസ്റ്ററിലേക്കാണോ വരുന്നത് അത് നമ്മൾ അസൈൻഡ് സെൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ക്ലസ്റ്റർ A1, A2, A4 എന്ന് പറയുന്ന ക്ലസ്റ്റേഴ്സ് ആണ്. 3 ഡേറ്റ പോയിന്റുകളാണ് നമുക്ക് ക്ലസ്റ്ററിലേക്ക് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ക്ലസ്റ്റർ 2ലേക്ക് നിങ്ങൾക്ക് പോകുന്നത് A3, A5, A6 എന്ന് പറയുന്ന ക്ലസ്റ്റേഴ്സ് ആണ്. ഇനി നമ്മൾ ഈ പറയുന്ന ഡേറ്റ പോയിന്റുകളിൽ തന്നെ നമ്മൾ ക്ലസ്റ്റർ സെന്ററുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ഈ ഇപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആണ് 2 പോയിന്റുകൾ കൺസിഡർ ചെയ്യുന്നത്. ആദ്യ പോയിന്റ് തന്നെ നിങ്ങൾ എല്ലാവരും ഒരേ പോയിന്റുകൾ ഇടണമെന്നില്ല. പക്ഷെ നിങ്ങൾ ക്ലസ്റ്റേഴ്സിന് ഇതുപോലെ ക്ലസ്റ്റർ സെന്ററിന് ഇതുപോലെ സെക്കൻഡ് ഇറ്ററേഷനിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇറ്ററേഷനിൽ നിങ്ങളുടെ വാല്യൂസ് സെയിം ആയിട്ട് അലൈൻ. അതായത് ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ മെയിൻ വാല്യൂ എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ ആദ്യം വാല്യൂവിൽ ബേസ് ചെയ്ത് റെക്കോർഡ് വാല്യൂ കിട്ടും. അപ്പോൾ ആദ്യത്തെ സെല്ലിൽ A1, A4 ആയിരുന്നു ചേഞ്ച് ചെയ്തിരുന്നത്. A1ന്റെ വാല്യൂ 1, A2ന്റെ വാല്യൂ 1, A4ന്റെ വാല്യൂ 3, ഈ 3 വാല്യൂസ് മെയിൻ വാല്യൂ ഇടുമ്പോൾ യു വിൽ ഗെറ്റ് 2,1.33. അതുപോലെ തന്നെ സെക്കൻഡ് സെന്ററിന്റെ ക്ലസ്റ്റർ ന്യൂ റിയസൈൻഡ് സെന്റർ എന്ന് പറയുന്ന 3.67 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് കൺവേർട്ട് ആവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓൾറെഡി ഉള്ള ഈ പോയിന്റ്സിനെ പുതിയ ക്ലസ്റ്റേഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. 1.3ലേക്കുള്ള ഡിസ്റ്റൻസും 3.77 എന്ന് പറയുന്ന വാല്യൂവിലേക്കുള്ള ഡിസ്റ്റൻസും എന്നിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത് ഏതാണോ ആ സെന്ററിലേക്ക് പറയുന്ന പോയിന്റ് അസൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ V1ലും V2ലും ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് പോയിന്റ്സ് ആയിരിക്കാം. ഇനി ഈ പോയിന്റ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഇറ്ററേഷനിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത് അത് കൺവേർജൻസ് എത്തിയോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ്. എങ്ങനെയാണ് കൺവേർജൻസ് എത്തിയോ എന്ന് പറഞ്ഞു ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കൺവേർജ് ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് V1ലേക്ക് വന്ന പോയിന്റുകൾ നോക്കാം. A1, A2, A3, A4. V2ലേക്ക് വന്ന പോയിന്റ് എന്താണ്? A5, A6. ഡേറ്റ പോയിന്റുകളെ പ്രീവിയസ് ഡേറ്റ പോയിന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുക. Earlier it was A1, A2, A4 and അടുത്ത പോയിന്റ് was A3, A5, A6. രണ്ട് സബ് പോയിന്റ്സ് ആയിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ പോയിന്റുകൾ ചേഞ്ച് ആയി. അത് പ്രീവിയസ് സ്റ്റെപ്പിലെ സെയിം ഡേറ്റ പോയിന്റ്സ് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന ഐറ്ററേഷനിൽ കൺവേർജൻസ് അച്ചീവ് ചെയ്തു. ഇനി ഒരു ഫർദർ ഐറ്ററേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കണ്ടീഷൻ അത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നോക്കാം. ഇപ്പോഴത്തെ പുതിയ ക്ലസ്റ്ററിന്റെ അസൈൻഡ് വാല്യൂ ഏതാന്ന് നോക്കാം. 2,1.33 and 3.77, 3.67. ഇത് പ്രീവിയസ് വാല്യൂ, അതായത് പ്രീവിയസ് V1, V2 വാല്യൂ, നിങ്ങൾ എടുത്തിട്ടുള്ള പ്രീവിയസ് V1, V2 വാല്യൂ ആയിട്ട് സിമിലർ ആണോ എന്ന് നോക്കാം. either the cluster center values or the data point values. ഇത് രണ്ടും പ്രീവിയസ് ഐറ്ററേഷനിൽ അതേ വാല്യൂ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം കൺവേർജൻസ് ചെയ്തു, പുതിയൊരു ഐറ്ററേഷൻ വേണ്ട. പക്ഷെ നമ്മളുടെ കേസിൽ സെക്കൻഡ് ഐറ്ററേഷൻ വന്നപ്പോൾ ഡേറ്റ പോയിന്റ്സ് ആണെങ്കിലും ചേഞ്ച് ചെയ്തു, ക്ലസ്റ്റർ സെന്റേഴ്സ് ആണെങ്കിലും ചേഞ്ച് ചെയ്തു. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഐറ്ററേഷനിലേക്ക് പോകണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ക്ലസ്റ്റർ വാല്യൂസ് എക്സാക്ട് ക്ലസ്റ്ററിന്റെ വാല്യൂസ് തന്നെയാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ ചെയ്യാം? അത് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മീൻ വാല്യൂ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക. ഇവിടെ 4 പോയിന്റ്സ് ഉള്ളത് കൊണ്ട് യു ക്യാൻ ടേക്ക് ദ ആവറേജ് ഓഫ് 4 ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ്. പുതിയ ക്ലസ്റ്റർ വാല്യൂസ് 1.2, 1.75 4.5, 4 എന്ന് പറയുന്ന വാല്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ പുതിയ സെന്റേഴ്സിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. യു വിൽ ഗെറ്റ് അനദർ സെറ്റ് ഓഫ് പോയിന്റ്സ്. അത് നിങ്ങൾ പ്രീവിയസ് ഐറ്ററേഷനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദിസ് വാസ് ദ സെയിം റിസൾട്ട് ദാറ്റ് യു ഹാവ് ഒബ്റ്റെയിൻഡ് ബിഫോർ. ഈ പറയുന്ന വാല്യൂ A1, A2, A3, A4 അത് തന്നെയാണ് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ പോയിന്റ്സ്. ഈ പോയിന്റിൽ നമ്മുടെ ക്ലസ്റ്റേഴ്സ് കൺവേർജ് ആയി. അതിനർത്ഥം ഇത് തന്നെയാണ് ആ രണ്ട് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യേണ്ട യഥാർത്ഥ വാല്യൂസ്. നിങ്ങൾക്ക് ന്യൂമറിക്കൽ ആയിട്ട് എക്സാമിന് തരുന്ന ക്വസ്റ്റ്യനിൽ മിനിമം 2 ഐറ്ററേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ഐറ്ററേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ഒരു ഡേറ്റ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പോയിന്റ്സിനെ നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല.
കൺവെർജൻസ് എത്തുന്നത് ഈ പറയുന്ന സെക്കൻഡ് ഐട്രേഷൻ. ഇൻ സം കേസസ് ഈ ക്വസ്റ്റ്യനിൽ പോയതുപോലെ തേർഡ് ഐട്രേഷൻ വരെ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷെ ബേസിക്കലി സ്പീക്കിംഗ് ഇത് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടേഷൻ മാത്രമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിലൊക്കെ ഒരു സ്റ്റെപ്പിൽ മാത്രം നിങ്ങൾ ഇതുപോലെ എലാബറേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം എഴുതി വെക്കുക. പിന്നീടുള്ള ടേബിൾസിലെല്ലാം ഇപ്പൊ 3 ഐട്രേഷൻ ഉണ്ടെങ്കിൽ 3 ടേബിൾസ് വരും. 3 ടേബിൾസിൽ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് അറൌണ്ട് ഒരു പോയിന്റ് എത്തിയാൽ മതിയാവും. അതായത് ഞാൻ പറഞ്ഞതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ സീ ദിസ് വാല്യൂ ഇറ്റ് ഈസ് 1.05 അതർ വാല്യൂസ് 3.78. അപ്പൊ നമുക്ക് അത്രയും എക്സാക്ട് വാല്യൂയിലേക്ക് നിങ്ങൾ എത്തിക്കണം എന്നില്ല. 1.05 ആൻഡ് 3.78 നിങ്ങൾ 1 പോയിന്റ് കിട്ടിയാൽ യു ക്യാൻ സ്റ്റോപ്പ് ദർ. അതുപോലെ തന്നെ 3 പോയിന്റ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1 is less than 3. നമുക്ക് അത്രയും ആ ഒരു കമ്പ്യൂട്ടേഷന്റെ ആവശ്യമുള്ളൂ. V1ലേക്കാണോ V2ലേക്കാണോ ഏറ്റവും അടുത്തിരിക്കുന്നതെന്ന് നോക്കുക. അല്ലാതെ എക്സാക്ട് 2 ഡെസിമൽ റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ടാസ്ക്. അപ്പൊ ആ രീതിയിൽ കാൽക്കുലേഷൻസ് സ്പീഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണിത്. ഈ ന്യൂമറിക്കൽ സോൾവ് ചെയ്യുന്ന ഒരു 10 മാർക്കിന്റെ എസ് എ ആയിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്ലസ്റ്ററിംഗിൽ ബേസിക്കലി നിങ്ങളുടെ ഇത് വരുന്നത് ഈ കമ്പ്യൂട്ടേഷൻ വരുന്നത് എന്താണ് ഈ രീതിയിലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നോക്കുക. അതുപോലെ തന്നെ 2 ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് കൂടെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ ഉണ്ട്, ആ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ദാറ്റ്സ് അബൌട്ട് ക്ലസ്റ്ററിംഗ്. ക്ലസ്റ്ററിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ 4th മൊഡ്യൂളിന്റെ അറ്റാച്ച്മെന്റിൽ ഉള്ളത് ഒരു മിനിറ്റ് പൈത്തൺ പ്രോഗ്രാംസ് ആണ്. പൈത്തൺ 4th ബ്ലോക്കിലെ 16th ചാപ്റ്റർ ദാറ്റ് ഈസ് പൈത്തൺ പ്രോഗ്രാംസ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിവൺ ഹാവ് എനി ഡൗട്ട്സ്? ഓക്കെ, സ്ക്രീൻ ഷെയറിംഗ് ഞാനത് ക്ലോസ് ചെയ്തതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് എടുക്കാനായിട്ട് ഞാൻ എടുത്തതാണ്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ പറയാം. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് 15th ബ്ലോക്ക് കഴിഞ്ഞിട്ട് ക്ലസ്റ്റർ പാർട്ടീഷൻ ബേസ്ഡ് ക്ലസ്റ്ററിംഗ് ഒക്കെ വായിച്ചു നോക്കുക, തിയറി വായിക്കുക. KNN എന്ന് പറയുന്ന കെ മീൻസ് എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ മാത്രമേ ഉള്ളൂ. ഇത് അത് കഴിഞ്ഞു വരുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കലാണ്. അതായത് എന്താണ് മെഷീൻ ലേണിംഗ് പ്രോഗ്രാമിംഗ് വിത്ത് പൈത്തൺ. അതിൽ നമ്മൾ ആദ്യത്തെ മൊഡ്യൂൾസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ് കിടക്കുന്നത്. ക്ലാസിഫിക്കേഷനിൽ 5 എണ്ണം പഠിക്കണം, റിഗ്രഷനിൽ ലീനിയറും പോളിനോമിയലും, പിന്നെ PCA നമ്മൾ പറഞ്ഞിട്ടില്ല, PCA ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അസോസിയേഷനിൽ യു ലേൺഡ് അപ്രിയോറി ആൻഡ് FP ഗ്രോത്ത്, പക്ഷെ ലാബ് എക്സാമിന് അപ്രിയോറി മാത്രമേ വരുള്ളൂ. ആൻഡ് ക്ലസ്റ്ററിംഗിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ കെ മീൻസിന്റെ മാത്രമേ പ്രോഗ്രാം ഉള്ളൂ. അപ്പൊ അത് ലാബ് ആയതുകൊണ്ട് ആഫ്റ്റർ ദ തിയറി ക്ലാസ് നമുക്ക് ഈ പറയുന്ന മൊഡ്യൂളിലെ കോഡ്സ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ മിസ് ഔട്ട് ചെയ്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഫീച്ചർ സെലക്ഷനിൽ വരുന്ന പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് ആണ്, PCA. അത് നിങ്ങളുടെ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഏതോ ഒരു പോർഷനിൽ കിടപ്പുണ്ട്. അപ്പൊ PCAയുടെ ഒരു ചെറിയ നോട്ട് ഞാൻ ഷെയർ ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ക്ലാസ് എടുക്കാം. ഞാൻ ഷെയർ ചെയ്യുവാണ്, എന്റെ നോട്ട് ഷെയർ ചെയ്യാണ്, ഒന്ന് ഹോൾഡ് ചെയ്യുക. നമുക്ക് PPT കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ,
പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഫീച്ചർ റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അതായത് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്, ഒത്തിരി മെത്തേഡുകൾ ഉണ്ട്. വേവ്ലെറ്റ് ട്രാൻസ്ഫോം ഉണ്ട്, പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് ഉണ്ട്, ലീനിയർ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് ഉണ്ട്. ഓരോന്നിന്റെയും ടെക്നിക്ക് ഡിഫറെന്റ് ആണ്. പലതും വർക്ക് ചെയ്യണ പല ഡൊമൈനിലാണ്. പക്ഷെ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഒരു കാറ്റഗറൈസേഷൻ ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഒരു കാറ്റഗറൈസേഷൻ ഒരു ക്ലസ്റ്ററിങ് ചെയ്യാനായിട്ട് ഒറിജിനൽ ഡേറ്റയിൽ ഇപ്പോൾ ഒരു 100ഓളം ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ 100ഓളം ഫീച്ചേഴ്സ് തന്നിട്ടുണ്ടാവും. പക്ഷെ അത്രയും ഡയമെൻഷൻസ് നിങ്ങൾക്ക് ആക്ച്വലി സ്പീക്കിംഗ് ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ഇനീഷ്യൽ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു സ്റ്റുഡന്റ് ഡേറ്റ എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഓഫീസ് സംബന്ധമായിട്ടുള്ള ഡേറ്റ അതിൻ്റെ അകത്തുണ്ടാകും, അഡ്മിഷൻ ഡീറ്റെയിൽസ് ഉണ്ടാകും, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ആ കുട്ടിയുടെ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും, അറ്റൻഡൻസ് ഡീറ്റെയിൽസ് ഉണ്ടാവും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ആ കുട്ടിയുടെ ഫീ അടച്ചതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അങ്ങനെ ഒത്തിരി ഡയമെൻഷൻസ് ചേർന്നതാണ് ഒരു സിംഗിൾ സ്റ്റുഡന്റ് ഡേറ്റ. പക്ഷെ ഇപ്പൊ നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു പർട്ടിക്കുലർ സെമസ്റ്ററിലെ ഗ്രേഡ് കമ്പ്യൂട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ ബേസിക്കലി നമുക്ക് ഇത്രയും ആട്രിബ്യൂട്ട്സിന്റെ അല്ലെങ്കിൽ ഡയമെൻഷൻസിന്റെ ആവശ്യം ഈ പറയുന്ന സ്റ്റുഡന്റ് ഡേറ്റയ്ക്ക് ഇല്ല. എന്ത് മാത്രം മതി? ആ പർട്ടിക്കുലർ സെമസ്റ്ററിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള മാർക്കിന്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോബ്ലത്തിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഡയമെൻഷനെ മാത്രം സ്യൂട്ടബിളി നമുക്ക് ചൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡയമെൻഷൻസിനെയോ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെയൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഡയമെൻഷനാലിറ്റി റിഡക്ഷന് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു മെത്തേഡാണ് PCA. അപ്പൊ PCA വർക്ക് ചെയ്യുന്നതിന് ഒരു ഇതുണ്ട്, ലൈക്ക് നമുക്കിപ്പോൾ നമ്മുടെ സെർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരു n ഡയമെൻഷൻ ആണെങ്കിൽ അതില് നിങ്ങൾക്ക് n ഡയമെൻഷണൽ ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു k ഡയമെൻഷനിലേക്ക് ഈ പറയുന്ന PCA പെർഫോം ചെയ്തതിന് ശേഷം റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. വേർ k ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇതാണ് PCA പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ. അതാണ് ഇപ്പൊ പ്രൊസീജിയർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊസീജിയർ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടണം. ഇപ്പോൾ നിങ്ങളുടെ സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് 2 ഫീച്ചേഴ്സ് ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ എൻ്റെ വാല്യൂ എത്രയാണ്? 2 ഫീച്ചേഴ്സ് ഉള്ളപ്പോൾ എന്നിന്റെ വാല്യൂ 2 ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ആഫ്റ്റർ പെർഫോമിംഗ് PCA യു ആർ ഗെറ്റിംഗ് പ്രിൻസിപ്പൽ കോമ്പണൻസ്. അപ്പൊ ആ പ്രിൻസിപ്പൽ കോമ്പണൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് k ആണെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു k വുഡ് ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പൊ ഇവിടെ നമ്മൾ k ഈക്വൽ ടു എന്നിന്റെ കേസ് പറയുന്നുണ്ട്, പ്രിൻസിപ്പൽ കോമ്പണന്റ് ഡയറക്ഷൻ 1 ആൻഡ് പ്രിൻസിപ്പൽ കോമ്പണന്റ് ഡയറക്ഷൻ 2. അപ്പൊ അത് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രിൻസിപ്പൽ കോമ്പണൻസ് എപ്പോഴും ഓർത്തോഗണൽ ആയിരിക്കും. ഓർത്തോഗണലിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഡേറ്റ പോയിന്റുകൾ നിങ്ങൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഡേറ്റ പോയിന്റ്സുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പോയിന്റുകളായിരിക്കും. അതായത് അത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതിനെ നമുക്ക് മാപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് പ്രിൻസിപ്പൽ കോമ്പണൻസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നത് ഈ PCAയുടെ എന്താണ് സ്റ്റെപ്സ് അല്ലെങ്കിൽ അൽഗോരിതം എലാബറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. അപ്പൊ അത് ഇവിടെ കുറച്ച് തിയറി ഉണ്ട്, എന്നിട്ട് ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് ഇറ്റ് ഇസ് നോട്ട് എ ന്യൂമറിക്കൽ പ്രോബ്ലം. നിങ്ങൾക്ക് ന്യൂമറിക്കൽ അല്ല വരുന്നത്, മറിച്ച് ഈ പറയുന്ന പ്രിൻസിപ്പൽ കോമ്പണന്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ അൽഗോരിതം ഓഫ് PCA അൽഗോരിതം ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു ഡേറ്റ ഉണ്ടാവും, ആ ഡേറ്റയുടെ ഡയമെൻഷൻ n ആയിരിക്കും. അതാണ് അവരോട് x1 x2 x3 എക്സെട്ര അപ് ടു xn എന്ന് പറയുന്നത്. ആ xn എന്ന് പറയുന്ന വാല്യൂവില് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നിങ്ങൾ ആ വേരിയബിൾസിന്റെ അതായത് ആട്രിബ്യൂട്ട്സിന്റെ മീൻ നിങ്ങൾ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് 2 ആട്രിബ്യൂട്ട് ആണ് ഉള്ളതെങ്കിൽ x, y എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും. എക്സിന്റെയും വൈയുടെയും മീൻ കണ്ടുപിടിക്കുക. അതിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രം മീൻ യു ആർ ഗോയിങ് ഓൺ ടു വേരിയൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് വേരിയൻസ് മെട്രിക്സ്. ഈ പറയുന്ന മീനിന്റെ കോവേരിയൻസ് മെട്രിക്സ് കണ്ടുപിടിക്കുക. അപ്പൊ കോവേരിയൻസ് മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് യു യൂസ് എ ഫോർമുല 1/n-1 സിഗ്മ xik മൈനസ് എക്സ് ബാർ. xik എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ എക്സ് വാല്യൂസ്, അതായത് ഫസ്റ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ടോ മിസ്? പ്രസന്റ് ചെയ്യുന്നുണ്ട്, കാണുന്നില്ലേ? ഇക്വേഷൻസ് ഒന്നും വരുന്നില്ല, ഫസ്റ്റത്തെ മാത്രമേ സ്ലൈഡ് മാത്രമേ വരുന്നുള്ളൂ. ഒരു മിനിറ്റ്. ഇപ്പൊ നിങ്ങൾ എന്തുവാ കാണുന്നേ? കോവേരിയൻസ് മെട്രിക്സ്. ഓക്കെ, സ്റ്റെപ്പ് 2 അല്ലേ കാണുന്നത്? ഓക്കെ, അതാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് യു ഹാവ് ദ ഡേറ്റ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ്.
ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റയുടെ ഡയമെൻഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ അവർക്ക് എത്ര ഡയമെൻഷൻ ഉണ്ട്? x1 x2 ഫീച്ചേഴ്സിന്റെ താഴെ എഴുതിയിരിക്കുന്നത് x1 x2 ടിൽ xn വാല്യൂസ് നിങ്ങൾക്ക് എന്തുണ്ട്? ഡയമെൻഷൻ ആയിട്ട് നിങ്ങൾക്കുണ്ട്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് മീൻ കണ്ടുപിടിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾക്ക് xn ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ x1ന്റെ മീൻ കണ്ടുപിടിക്കുക, x2ന്റെ മീൻ കണ്ടുപിടിക്കുക, അങ്ങനെ xnന്റെ വരെ മീൻ കണ്ടുപിടിക്കുക. മീൻ കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇനി വൺസ് യു ഗെറ്റ് ദ മീൻ, നമ്മളെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോവേരിയൻസ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. കോവേരിയൻസ് മെട്രിക്സ് നിങ്ങൾ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഇക്വേഷൻ ഇതാണ്: ഓരോ ഇൻഡിവിജ്വൽ എക്സ് സാമ്പിൾ മൈനസ് അതിന്റെ മീൻ വാല്യൂ. അതുകൊണ്ടാണ് ഇവിടെ 1/n-1 സമ്മേഷ്യ ഓഫ് xik മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത്. എക്സ് ബാർ ആണ് നിങ്ങളുടെ മീൻ ഓഫ് എക്സ്. ith എക്സിന്റെ, അതായത് ഫോർ എക്സാമ്പിൾ ഈ ഐ എന്ന് പറയുന്ന വാല്യൂ 1 ആക്കി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സ് വാല്യൂ, ഫസ്റ്റ് ഫീച്ചർ വാല്യൂവിന്റെ മീൻ നമ്മൾ ഓൾറെഡി പ്രീവിയസ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോ എക്സിന്റെ വാല്യൂ, ഓരോ എക്സ് ഐ വാല്യൂസ് നിങ്ങൾക്ക് ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഓരോ എക്സ് വാല്യൂസ് മൈനസ് അതിന്റെ മീൻ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോവേരിയൻസിന്റെ ഫസ്റ്റ് ഫോം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഈ വാല്യൂവിന്റെ എന്ത് ചെയ്യുക? ഒരു മെട്രിക്സ് ആയിട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുക. ഇനി അടുത്തതെന്ന് പറയുന്നത് eigen values, കോവേരിയൻസ് മെട്രിക്സ് നിങ്ങൾക്ക് ഇതുപോലെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് യു ക്യാൻ ഗോ ഫോർ eigen വാല്യൂ ആൻഡ് eigen വെക്ടർ കമ്പ്യൂട്ടേഷൻ. eigen വാല്യൂസും eigen വെക്ടേഴ്സും കണ്ടുപിടിക്കുക. ആക്ച്വലി സ്പീക്കിംഗ് നിങ്ങളിത് പ്രോബ്ലം ആയിട്ട് ചെയ്യണ്ട, പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റെപ്സ് അറിയണം. അതായത് eigen വാല്യൂ കമ്പ്യൂട്ടേഷൻ ആണെങ്കിൽ എങ്ങനെ eigen വാല്യൂ കണ്ടുപിടിക്കാം, അതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ കോവേരിയൻസ് മെട്രിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ചെയ്ത് കഴിഞ്ഞാൽ eigen വാല്യൂ കിട്ടും. അപ്പൊ എന്താണ് എസ്? എസ് ആണ് നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഈ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള കോവേരിയൻസ് മെട്രിക്സിനെയാണ് നിങ്ങൾ എസ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ലാംഡ ഐ എന്ന് പറഞ്ഞ ഐ സ്റ്റാൻഡ്സ് ഫോർ ദി ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ എസ് മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോവേരിയൻസ് മെട്രിക്സ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് eigen വാല്യൂ ആയി. ഇനി eigen വെക്ടറിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ കറസ്പോണ്ടിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി എസ് മൈനസ് ലാംഡ ഐ ഉണ്ട്, അതിന്റെ കൂടെ നിങ്ങൾ ഒരു യു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി eigen വെക്ടർ കറസ്പോണ്ടിങ് ടു ദി eigen വാല്യൂ വിച്ച് യു ഹാവ് ക്രിയേറ്റഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇസ് ദാറ്റ് ക്ലിയർ? ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് മീൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യലാണ്. സെക്കൻഡ് സ്റ്റെപ്പ് കോവേരിയൻസ് മെട്രിക്സ് കമ്പ്യൂട്ട് ചെയ്യലാണ്. കോവേരിയൻസ് മെട്രിക്സിൽ നിന്ന് യു ഗോ ഫോർ eigen വാല്യൂ കമ്പ്യൂട്ടേഷൻ, ദെൻ ഗോ ഫോർ eigen വെക്ടേഴ്സ്. eigen വെക്ടർ എന്ന് പറഞ്ഞാൽ eigen ഡിറ്റർമിനന്റ് ഓഫ് എസ് മൈനസ് ലാംഡ ഐന്റെ കൂടെ തന്നെ ഒരു യു വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക. യു വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് യുവർ eigen വെക്ടേഴ്സ്. ഇനി eigen വെക്ടറിനെ തന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യാനായിട്ട് നമ്മൾ നോം ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതായത് യു ഹാവ് x1 x2 ടിൽ xn. ഇതിനെ തന്നെ ഓരോ എക്സ് വാല്യൂസിനെ നിങ്ങൾ x1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എത്രയാണോ നിങ്ങളുടെ ഡയമെൻഷൻ ആ ഫുൾ സ്ക്വയർ ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് x1 വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നോർമലൈസ് ചെയ്യും. ഇനി സെക്കൻഡ് വാല്യൂ ഇതുപോലെ നോർമലൈസ് ചെയ്യുക, തേർഡ് വാല്യൂ ഇതുപോലെ നോർമലൈസ് ചെയ്യുക, സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ കിട്ടിയിട്ടുള്ള eigen വെക്ടറിനെ നോർമലൈസ് ചെയ്യുന്നത്. ആഫ്റ്റർ നോർമലൈസിങ് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് നിങ്ങൾ ഓർഡർ ചെയ്യണം. ഹയർ ഓർഡർ ടു ലോവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഡേറ്റയുടെ തന്നെ ന്യൂ ഡേറ്റ സെറ്റ് നിങ്ങൾ ഡിറൈവ് ചെയ്യും. ഡിറൈവ് ചെയ്ത ഡേറ്റ സെറ്റിന് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു മെട്രിക്സ് ഫോമിൽ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. സെയിം വാല്യൂസ് തന്നെയാണ്, പക്ഷെ നിങ്ങൾ അതിനെ ഒരു ഫോംഡ് മെട്രിക്സ് എപ്പോഴും സ്ക്വയർ ആയിരിക്കില്ല, പക്ഷെ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ഫോമിലായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ ഡയമെൻഷൻ സ്മോൾ n ഇൻറ്റു ക്യാപിറ്റൽ N മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഫൈനലി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ വാല്യൂ ഞാൻ പറഞ്ഞു, അതൊരു ഡയഗണൽ പൊസിഷൻസിൽ മാത്രം നിങ്ങൾക്ക് വാല്യൂസ് ഉണ്ടാകും. റിമൈനിങ് ഓൾ വാല്യൂസ് വുഡ് ബി നൾ വാല്യൂസ് അല്ലെങ്കിൽ സ്പാർസ് മെട്രിക്സ് ആയിരിക്കും. അപ്പൊ ഈ ഡയഗണലി വരുന്ന വാല്യൂസ് ആയിരിക്കും നിങ്ങൾ ഫോം ചെയ്തിട്ടുള്ള നിങ്ങളുടെ പുതിയ ഫീച്ചേഴ്സ്. ആ ഫീച്ചേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
ടോട്ടൽ നിങ്ങളുടെ ഡയമെൻഷൻ ഉണ്ടല്ലോ, അതായത് ഇനീഷ്യലി യുവർ ഇനീഷ്യൽ ഡയമെൻഷൻ വാസ് ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ ആയിരുന്നു നിങ്ങളുടെ ഒറിജിനൽ ഡയമെൻഷൻ. ഈ ഡയമെൻഷനിലും കുറവുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇനീഷ്യൽ കേസിൽ നിങ്ങൾക്ക് 10 ഫീച്ചർ ഉണ്ടായിരുന്നു. ഈ 10 ഫീച്ചറിന്റെ ഇതുപോലെ PCA ചെയ്ത് നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന ഈ മെട്രിക്സിൽ ഈ നോൺ സീറോ വാല്യൂസ് ആയിട്ട് വരുന്നത് മിക്കവാറും 8ഓ 6ഓ അല്ലെങ്കിൽ 5ഓ വാല്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ആ പറയുന്ന ഇനീഷ്യൽ ഫീച്ചറിൽ നിന്ന് ബാലൻസ് ഫീച്ചേഴ്സ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു. ഹയർ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ കുറച്ച് പ്രയോറിറ്റി കൂടിയിട്ടുള്ള ഫീച്ചേഴ്സിനെ മാത്രം നമ്മൾ റീറ്റെയിൻ ചെയ്തു, വിച്ച് വുഡ് ബി യുവർ കൺസിഡേർഡ് ആസ് യുവർ പ്രിൻസിപ്പൽ കോമ്പണന്റ് വാല്യൂസ്. അപ്പൊ ഇവിടെ ആക്ച്വലി സ്പീക്കിംഗ് ഇവിടെ ഒരു 6 സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്പ് 1 ടു സ്റ്റെപ്പ് 2. ഇതിൽ ഓരോ സ്റ്റെപ്പിനും ഇത് ഓൾറെഡി ഡിറൈവ്ഡ് റിസൾട്ട് ആണ്. എന്തുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ വരുന്നതെന്നൊന്നും നിങ്ങൾ ഓർക്കണ്ട. ഇതാണ് ഇക്വേഷൻ. മീൻ ആണെങ്കിലും കോവേരിയൻസ് ആണെങ്കിലും ഏഗൺ വാല്യൂ, ഏഗൺ വെക്ടർ, പിന്നെ കിട്ടിയിട്ടുള്ള ഏഗൺ വെക്ടറിനെ നോർമലൈസ് ചെയ്യുക. എല്ലാത്തിന്റെയും ഇക്വേഷൻ പഠിക്കുക, സ്റ്റെപ്സ് എന്താന്നുള്ളത് നോക്കുക. 6 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിനും ആക്ച്വലി സ്പീക്കിംഗ് 2 മാർക്ക് ഉണ്ടാവും. അപ്പൊ എന്താണ് സ്റ്റെപ്പ് എന്നുള്ളതും അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ കൂടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ സ്റ്റെപ്പിനും ഉള്ള ഇൻഡിവിജ്വൽ വെയിറ്റേജ് ആകും. അങ്ങനെ ഒരു 10 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് PCA. അപ്പൊ PCAയുടെ ആ മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതായത് ബേസിക് ആയിട്ട് അത് ഫീച്ചർ സെലക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡയമെൻഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയുക. പിന്നെ ഫോം ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് ഡയഗണലി ആയിരിക്കും, അല്ലെങ്കിൽ സോറി നോട്ട് ഡയഗണലി, അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഓർത്തോഗണൽ പ്രോപ്പർട്ടി അതിനുണ്ടാകും എന്നുള്ള കാര്യം പറയുക. അതുപോലെ തന്നെ അതിന്റെ സ്റ്റെപ്സ്, അതായത് ഫീച്ചേഴ്സിനെ എങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യാം, ചൂസ് ചെയ്യാം എന്നുള്ള അതിന്റെ സ്റ്റെപ്സ് കൂടെ പറയുക. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു നമ്മള് 15th ആണ് ലാസ്റ്റ് പറഞ്ഞത്. നോട്ട് ഇൻ 15 ആൻഡ് 14, അതിന് മുന്നേ ഉള്ള ഏതോ ഒരു മൊഡ്യൂളിൽ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അവിടെ എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന PCAയുടെ ക്വസ്റ്റ്യൻ. സോ ഇസ് ദാറ്റ് ക്ലിയർ? ഞാൻ ഈ ഒരു PPT നിങ്ങൾക്ക് തന്നിട്ടില്ല, ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അതും ഷെയർ ചെയ്തേക്കാം. ഇപ്പൊ നമുക്ക് 4 ബ്ലോക്സ് ഉണ്ട്. ഈ 4 ബ്ലോക്കില് MLന്റെ ബ്ലോക്ക്, അതായത് ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 4ഉം നമ്മൾ കവർ ചെയ്തു. അതിൽ വരാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സെപ്റ്റ് ദി പ്രാക്ടിക്കൽ, ലാബിന്റെ പോർഷൻ ഒഴികെ, ലാബിന്റെ പോർഷൻ യൂണിറ്റ് 16ലാണ് കിടക്കുന്നത്. അതൊഴികെ ബാക്കി എല്ലാ മൊഡ്യൂൾസിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ബ്ലോക്ക് 1 and 2 ആണ്. 1 and 2ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പഠിച്ചതിൽ നിന്ന് യാതൊരു കണക്ഷനും ഇല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെത്തേഡാണ് ബ്ലോക്ക് 1ലും 2ലും നമ്മൾ പറയുന്നത്. കുറച്ച് സെർച്ചിങ്, സോർട്ടിങ്, ഗെയിമിംഗ് ടെക്നിക്സ് ഒക്കെയാണ് അവിടെ വരുന്നത്. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് അൽഗോരിതംസ് മാത്രമാണ്. അത് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് സാറ്റർഡേ ആയിരിക്കും. സാറ്റർഡേ നിങ്ങൾ ആരും സെന്ററിൽ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമുക്ക് ഈവനിങ് സെഷൻ തുടങ്ങാം. ഇതുപോലെ 8 o'clock ആവാൻ നിൽക്കണ്ട, ഈവനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കൂടുതൽ നേരം എടുക്കാം. 2 ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് 1 and 2 പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ML പഠിക്കാൻ തുടങ്ങാം, റിവിഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാര്യം ഇപ്പൊ ഇനി പഠിപ്പിക്കാൻ പോകുന്നതിന് ഇപ്പൊ പഠിപ്പിക്കുന്നതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. കണ്ടിന്യൂറ്റി ഉള്ള ഒരു ടോപ്പിക്കേ അല്ല. കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നത് 3ഉം 4ഉം തമ്മിലായിരുന്നു. അതിപ്പോ ഏകദേശം കവറായി. ഇനി പറയുന്ന 1 and 2 എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ഏരിയ ആണ്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ ഓക്കെ ആണോ? ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ PCAയുടെ ആ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഒരു ഡൗട്ട്. ചോദിച്ചു. യൂണിറ്റ് 16ലുള്ള പ്രോഗ്രാംസ് ഒക്കെ തിയറി എക്സാമിന് വരത്തില്ല? തിയറിക്ക് വരത്തില്ല. അതായത് റൈറ്റ് എ പൈത്തൺ കോഡ് ഫോർ ദിസ് പർട്ടിക്കുലർ തിങ് എന്ന് പറഞ്ഞ് തിയറിക്ക് ചോദിക്കത്തേ ഇല്ല. തിയറിക്ക് ചോദിക്കുന്നത് തിയറി, അതായത് ഇപ്പോ നമ്മൾ പഠിച്ചതില് ഫസ്റ്റ് ഡേറ്റ മൈനിങ്, അല്ല സോറി നോട്ട് ഡേറ്റ മൈനിങ്, മെഷീൻ ലേണിംഗിന്റെ കുറെ തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ അൽഗോരിതംസ് വരുമ്പോഴും മിക്ക അൽഗോരിതത്തിനും, അതായത് ഇപ്പൊ SVM പോലത്തെയുള്ള അല്ലെങ്കിൽ നോട്ട് ഡിസിഷൻ ട്രീ, SVM, അങ്ങനെ കുറച്ച് അൽഗോരിതംസ് നിങ്ങൾ തിയറി മാത്രം പഠിച്ചതുണ്ട്. അതായത് ഡെറിവേഷൻ ലൈക്ക് തിയറി മാത്രം പഠിച്ചതുണ്ട്. ചില അൽഗോരിതംസ് മാത്രം
തിയറി അതിന്റെ കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ ആയിട്ട് പഠിച്ചതുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് തിയറി എക്സാമിന് ചോദിക്കുന്നത്. അതല്ലാതെ എന്താണ് പൈത്തൺ കോഡ് എഴുതാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തിയറിക്ക് ഉണ്ടാവില്ല, തിയറി ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. അതാണ് പൈത്തൺ കോഡാണ് 16th ബ്ലോക്കിൽ കിടക്കുന്നത്. ഓക്കെ ഓക്കെ, ശരി.